ഹൗസ് ഓഫ് ദ ഡ്രാഗണിൻ്റെ സീസൺ 3 എപ്പിസോഡ് 6 ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം, കഴിഞ്ഞ എപ്പിസോഡ് ഞാനൊരു 5ാമത്തെ എപ്പിസോഡ് ഇൻറ്റൻഷലി സ്കിപ്പ് ചെയ്ത് തന്നെയാണ്. ഞാൻ നോക്കിയപ്പോൾ ആ ഒരു എപ്പിസോഡിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാര്യങ്ങളൊന്നും അധികം ഇല്ലാന്ന് തോന്നി. പിന്നെ വലിച്ചു കിട്ടി വെറുതെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്ത്. പോരാതെ നമ്മുടെ ആ ഒരു വേൾഡ് കപ്പിൻ്റെ ഹാങ് ഓവർ ഒരു തിങ്കളാഴ്ച രാവിലെ, ദെൻ ഒഡീസിയുടെ കണ്ടന്റുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടായിരുന്നു ഞാൻ ഒഴിവാക്കിയത്. പക്ഷേ എൻ്റെ കമൻറ്റ് ബോക്സും ഇൻബോക്സും നിറഞ്ഞു 5ാമത്തെ വീഡിയോ ചെയ്യുന്നു. പറഞ്ഞാൽ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റ് ചെയ്യുന്നത് കണ്ടു. ലിറ്ററലി സത്യം പറഞ്ഞാൽ ഇത്രയും ഫാൻ ഫോളോയിങ് അല്ലെങ്കിൽ ഇത്രയും ഫോളോയിങ് ഇതിനുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ലിറ്ററലി വിചാരിച്ചിട്ടില്ല. ഗെയിം ഓഫ് ത്രോൺസിനുള്ള അത്ര ഇല്ലെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ഇപ്പോഴും ഹൗസ് ഓഫ് ഡ്രാഗൺ കാണുന്നതെന്ന് അറിയാം. പക്ഷേ നമ്മുടെ കണ്ടന്റിന് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ ആ കമൻറ്റ് വന്നപ്പോഴാണ് കൂടുതലായിട്ടും മനസ്സിലാക്കിയെടുത്ത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ ഫോളോയിങ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഇനി ഒരു എപ്പിസോഡും സ്കിപ്പ് ചെയ്യാതെ, ഇനി അധികം നമുക്കില്ല ഈ ഒരു സീസണിൽ, ഇനി 6ഉം 7ഉം 8ഉം മാത്രമേ ഉള്ളൂ. സോ അതെന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാ എപ്പിസോഡുകളും എന്നുള്ളത് തീർച്ചയായും. ഇത് മാത്രമല്ല, അത് നമുക്കിപ്പോൾ ഈ ഫയർ ആൻഡ് ബ്ലഡ് എന്ന് പറഞ്ഞ ബുക്കിൽ ഈ ഡാൻസ് ഓഫ് ഡ്രാഗൺസ് എന്ന് പറഞ്ഞ ഈ ഒരു ഇവൻറ്റ് മാത്രം, ഈ ഒരു ടാർഗറ്റ്സ് തമ്മിൽ തല്ലിയ ആ ഒരു ഇവൻറ്റ് മാത്രമാണ് നമുക്ക് ഈ ഒരു സീരീസ് കാണിക്കുക. ഇതല്ലാതെ ആ ഫയർ ആൻഡ് ബ്ലഡ് എന്ന് പറഞ്ഞ ബുക്കിൽ തന്നെ വേറെയും കുറേ കഥകളുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള കഥയും അതിന് മുമ്പുള്ള കഥയും ഇതിൻ്റെ ഇടയിൽ സപ്ലോട്ടുകൾ പോലെ പോകുന്ന വേറെ കുറേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളും, ഇപ്പോൾ ഏഗോൻ്റെ കോൺക്വസ്റ്റും ഇവരെങ്ങനെയാണ് ആദ്യം ഇതിലേക്ക് വന്നത്, മറ്റേ ഡൂം ഓഫ് വലേറിയ, ഇതൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊരു ബുക്കാണ് ഈ ഒരു ഫയർ ആൻഡ് ബ്ലഡ്. ഇതല്ലാതെ മാർട്ടിൻ എഴുതിയ സ്പിൻ ഓഫ് സാധനങ്ങൾ, അതിലിപ്പോൾ നമ്മൾ മറ്റേ നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡം കണ്ടല്ലോ, ഇതേപോലെ വേറെ കുറേ നല്ല കണ്ടന്റുകളുണ്ട്, അതായത് നല്ല കുറേ കഥകളുണ്ട്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗെയിം ഓഫ് ത്രോൺസ്, ഈ വെസ്റ്ററോസ് യൂണിവേഴ്സിലെ കഥകൾ വേറെ അറിയണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്താൽ മതി. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഹൗസ് ഓഫ് ഡ്രാഗണിൻ്റെ ഈ ഒരു പുകിലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. സോ സീസൺ 3 എപ്പിസോഡ് 6 5ഉം 6ഉം കൂടി ഒരുമിച്ച് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം 5ലും 6ലും പ്രത്യേകിച്ച് ഇപ്പോൾ 4ലും അധികം ഇപ്പോൾ ബാറ്റിൽ സീക്വൻസുകളോ അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകളോ നടക്കുന്നില്ല. എല്ലാം പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ് മാത്രമാണ്. ഈ ഒരു 4 എപ്പിസോഡുകളിലും വലിയൊരു ക്യാരക്ടർ എന്ന് പറയാൻ പറ്റുമോ നമ്മുടെ ക്രിസ്ത്യൻ കോളിനെ മാത്രമാണ് നമ്മളിപ്പോൾ ഈ കണ്ട 6ാമത്തെ എപ്പിസോഡിലെ വിച്ചേഴ്സ് ബോൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇവൻ്റാണ്. പക്ഷേ ടെക്നിക്കലി ബുക്കിലൊക്കെ ഈ സാധനം, അതായത് ഈ ടോട്ടൽ സീസണിൽ തന്നെ, ഈ സീസൺ 3 തന്നെ ഞാൻ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ബാറ്റിൽ സീക്വൻസുകളിൽ ഒന്നായിരുന്നു ഈ വിച്ചേഴ്സ് ബോൾ. അവർ 2 മിനിറ്റിലാണ് ഈ സാധനം വരുത്തി തീർത്ത്. ഞാൻ ഈ പറയുന്ന പോലെ മറ്റേ ഫിഷ് ഫീഡ് ഉണ്ടല്ലോ, അത് നമ്മൾ കണ്ടതാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടേ ഇല്ല, അതിൻ്റെ ആഫ്റ്റർ മാത്ത് മാത്രമേ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ദെൻ ടെമ്പിൾ ടൗണിൽ നടക്കാൻ പോകുന്നത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവർ ഇൻറ്റൻഷലി സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ടൊരു ആദ്യത്തെ ഒരു 2 എപ്പിസോഡിൽ കിട്ടിയ ഒരു ഹൈ പിന്നെ ഇങ്ങോട്ട് ഡൗൺ ആയി പോകുന്ന പോലെയൊക്കെ തോന്നുന്നു. പക്ഷേ ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരക്ടർ ഡൈനാമിക്സ് ഒക്കെ പ്രോപ്പറായിട്ട് കാണിക്കുന്നു. പ്രത്യേകിച്ച് റെനേറയുടെ ഒക്കെ ട്രാൻസ്ഫോർമേഷൻ, അത് ഈ എപ്പിസോഡിൻ്റെ അവസാനം പറയാം, അതാണ് എനിക്ക് ഇതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അതൊക്കെ അടിപൊളിയായിട്ട് ഒരു കാണിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ഈ പുട്ടിന് പീരിയഡ് പോലെ നമുക്ക് ഈ ബാറ്റിൽ കാണണം. നമ്മൾ ബാറ്റിൽ കണ്ടിട്ടുണ്ടല്ലോ, ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ തന്നെ ഒരു ബാറ്റിലിൻ്റെ ബിൽഡപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ കമ്പാരിറ്റീവ്ലി അതിനേക്കാൾ കൂടുതൽ ബാറ്റിൽ സീക്വൻസുകൾ വരേണ്ട ഒരു സാധനമാണ്. പക്ഷേ ബാറ്റിൽസൊക്കെ തന്നെ ഇവർ എനിക്ക് ഒരു ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, അങ്ങനെ ഇൻറ്റൻഷനലി സ്കിപ്പ് ചെയ്യുന്നുണ്ട്. സോ ഒരു മെയിനായിട്ട് ഇതുപോലെ സ്കിപ്പ് ചെയ്ത് കണ്ടത് നമ്മുടെ ഈ സർ ക്രിസ്ത്യൻ കോളിൻ്റെ ആ ഒരു വിച്ചേഴ്സ് ബോൾ എന്ന് പറയുന്ന സാധനമാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ കോളിൻ്റെ കാര്യം എടുത്താൽ 5ലും 6ലും ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ഗുറില്ല വാർഫെയർ നടത്തുന്നത് നമ്മൾ കണ്ടു. മെയിൻലി റിവർലാൻഡ്സിലാണ്, അറിയാലോ, മറ്റേ എയിമുണ്ടും കൂടി ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഗോയിൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഈ ഒരു ക്യാരക്ടർ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ ആ ക്യാരക്ടറിന് ഒരു 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 ഹീറോയുടെ ഡെത്ത് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു വലിയ വാരിയറിൻ്റെ ഡെത്ത് വേണമെന്നൊക്കെ പറഞ്ഞ് കൊല്ലങ്ങൾ കുറേ കഴിഞ്ഞാലും ഇപ്പോൾ ജെയ്മീനെയും മറ്റ് ആൾക്കാരെയൊക്കെ തന്നെ ആൾക്കാർ വാഴ്ത്തുന്ന പോലെ തന്നെ വെസ്റ്ററോസിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ വാരിയേഴ്സിൽ ഒരാളായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹീറോസിൽ ഒരാളായിരുന്നു താൻ എന്ന് പറഞ്ഞ് നാട് നിങ്ങളെ പറയണം എന്ന രീതിയിലാണ് ആ ഒരു ക്യാരക്ടർ. സോ ക്യാരക്ടർ മെൻ്റലി കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നത് നമ്മൾ കണ്ടതാണ്. ദെൻ ഗൊറില്ല വാർഫെയർ ഒക്കെ നടത്തി ഈ റിവർലൻസിന് ഭയങ്കര തലവേദന ഉണ്ടാക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ തന്നെ കണ്ടത്. അതിൽ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഓസ്കർ ടള്ളിയും നമ്മുടെ വിൻ്റർ വൂൾസിൻ്റെ ഹെഡായ നമ്മുടെ റോഡി ദ റൂയിൻ, ഇവർ രണ്ടുപേരും കൂടി ഈ ചങ്ങായിയുടെ ഈ പരിപാടികൾക്ക് അവർ ഈ പോകുന്ന വഴിക്ക് ഫുള്ള് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, പാലങ്ങൾ ഫുള്ള് ബ്രിഡ്ജസ് ഫുള്ള് കൊളാപ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു പ്ലാൻ നേരത്തെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആ പ്ലാനാണ് 6ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്, ആ ഒരു വിച്ചേഴ്സ് ബോൾ എന്ന് പറയുന്നത്. സോ അവർ സ്ട്രാറ്റജിക്കലി ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് ഒരു കംപ്ലീറ്റ്ലി സറൗണ്ട് ചെയ്യുക എന്നൊരു സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു വിച്ചേഴ്സ് ബോൾ എന്നൊരു പ്ലാൻ ചെയ്തത്. സോ അവിടെ വെച്ച് ക്രിസ്ത്യൻ കോളിനെ കൊല്ലുകയാണ്. ക്രിസ്ത്യൻ കോൾ കൊല്ലുന്ന ആ ഒരു ഇവൻറ്റ് ഞാൻ പറഞ്ഞില്ല, ബുക്കിൽ ഭയങ്കരധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സീരീസിൽ തന്നെ ഭയങ്കരധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഒരാളാണ്, ഒരു വലിയ ക്യാരക്ടർ ഡെത്ത് തന്നെയാണ്. ക്യാരക്ടർ നോക്കിയാൽ തന്നെ നമുക്കറിയാം, നമുക്ക് ഫസ്റ്റ് സീൻ മുതൽ ഈ ഒരു ക്യാരക്ടറുണ്ട്, അത്രയധികം ഇങ്ങനെ ഫോളോ അപ്പ് വന്നിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഈ ഒരു ക്യാരക്ടറിൻ്റെ ഡൈനാമിക്സും ക്യാരക്ടർ ആർക്കൊക്കെ പ്രോപ്പർലി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ അടുത്ത് അവർ കംപ്ലീറ്റ് ആക്കുന്നത്. ഓൾറെഡി നമ്മുടെ റെനേറിയായിട്ടൊരു ലവ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ക്യാരക്ടറാണ്, നമ്മുടെ അലിസൻറ്റുമായിട്ടൊരു ലവ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ക്യാരക്ടറാണ്. ഈ ചെയ്ത് കൂട്ടിയത് മുഴുവൻ
ഈ ഒരു സീരീസിൽ കണ്ട ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തത് കൂട്ടി ഇത് തന്നെ അലിസെൻറ്റിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അലിസെൻറ്റിന് കൊടുത്തിട്ടുള്ള ഒരു വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അലിസെൻറ്റിൻ്റെ ലവ് ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാരക്ടർ മുഴുവനായിട്ട് പോയത്. ഈ ക്രിസ്ത്യൻ കോൾ മരിച്ചു വീണ ആ ഒരു സ്പോട്ടിൽ ഒരു ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത സീൻ നമുക്ക് കാണിച്ചത് അലിസെൻ്റാണ്. അലിസെൻ്റ് ഇങ്ങനെ ഒരു ഇരുട്ടറയിലിരിക്കുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡാർക്കനായിട്ടുള്ള ഒരു സ്റ്റേജ്. അങ്ങനെ ആ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ആ ഒരു ക്യാരക്ടർ ഡൈനാമിക്സ് അടിപൊളിയായിട്ട് അവർ ആ ട്രാൻസ്ലേഷനിൽ കൂടെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഈ ക്രിസ്ത്യൻ കോൾ മരിക്കുന്നതിന് മുമ്പ് അലിസെൻ്റ് പണ്ട് കൊടുത്തൊരു ടവലുണ്ട്, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കിങ്സ് ലാൻഡിങ്ങിൽ നിന്ന് പോകുന്നതിന് മുമ്പ് കൊടുത്തൊരു ടവലാണ്, അത് കെട്ടിയിട്ടാണ്. സോ അപ്പോഴും സ്റ്റിൽ നമുക്ക് കാണാം അലിസെൻ്റും ആ ഒരു ക്യാരക്ടറും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു ഉള്ളത്. ദെൻ ഈ ക്യാരക്ടർ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞു ഓൾറെഡി ഈ പറഞ്ഞു പ്രത്യേകിച്ച് റെനേറിയും അലിസെൻ്റും അങ്ങനെ ആ ക്യാരക്ടറിൻ്റെ ലൈഫിൽ ഒരുപാട് സ്ത്രീകൾ ഇൻ്റർഫിയർ ചെയ്തിട്ടുണ്ട്. ഈ ക്യാരക്ടർ മരിക്കുന്ന ഒരു സ്ത്രീയുടെ കൈകൊണ്ടാണ് എന്നുകൂടി ഇവർ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. സോ മെറ്റഫോറിക്കലി എല്ലാം, അതായത് ഈ ക്രിസ്ത്യൻ കോളിൻ്റെ അധപതനത്തിന് തന്നെ കാരണം ഈ സ്ത്രീകളാണ് എന്നുള്ള രീതിയിലായിരുന്നു ഐ തിങ്ക് എനിക്ക് മെറ്റഫോറിക്കലി കണ്ടപ്പോൾ തോന്നി. ഇത് കാരണം ബുക്കിൽ ഇങ്ങനെയല്ല, മറ്റേ ആ ക്യാരക്ടറല്ല. കൊല്ലണ ക്യാരക്ടർ നമ്മുടെ ബ്ലാക്ക് കാലിയാണ്, നമ്മുടെ അലിസൺ ബ്ലാക്ക്വുഡ്. നമ്മുടെ ഇനി ഭാവിയിൽ നമ്മുടെ ക്രീഗൻ സ്റ്റാർക്കിന്, അതൊന്നും സീരീസിൽ കാണിക്കുന്നുണ്ടാവില്ല, ക്രീഗൻ സ്റ്റാർക്കിന് നമ്മുടെ വിൻ്റർഫെല്ലിലുള്ള ക്രീഗൻ സ്റ്റാർക്കിൻ്റെ സെക്കൻഡ് വൈഫൊക്കെ ആവാൻ പോകുന്നൊരു ക്യാരക്ടറാണ്. സോ ആ ഒരു ക്യാരക്ടറിൻ്റെ കൈകൊണ്ട് ഈ ഒരു ക്രിസ്ത്യൻ കോൾ മരിക്കുന്നത്. ദെൻ ഈ ഒരു ക്യാരക്ടർ മരിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മുടെ ഗ്വെയിൻ ഹൈറ്റവറിനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ മരിക്കുമ്പോൾ എല്ലാവരും എന്നെ പറ്റി ഞാൻ പറയോ അവരെ പറ്റിയൊരു സോങ് ഉണ്ടാക്കണം, ഇങ്ങനെ ഒരു ഹീറോസ് ഡെത്ത് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് അത്രയും വലിയ ആളുമായിട്ട് അല്ലെങ്കിൽ ആൾക്കാർ സറൗണ്ട് ചെയ്ത് നിന്നിട്ട് പോലും ക്രിസ്ത്യൻ കോൾ ഒരു 1 vs 1 അല്ലെങ്കിൽ ഒരു 2 vs 1 എന്നുള്ള ഒരു ഡുവൽ ചോദിക്കുന്നത്. പക്ഷെ അതൊന്നും ആ മൂപ്പർക്ക് അവർ ഡെലിവർ ചെയ്യുന്നില്ല. ആക്ച്വലി ബുക്കിൽ ഒരു 3 vs 1 എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഇവർക്കറിയാം, റോഡിക്കും ഓസ്കർ ടളിക്കും ഒക്കെ തന്നെ അറിയാം, ഈ ക്രിസ്ത്യൻ കോൾ നമ്മൾ ഈ കാണുന്ന പോലെ ചെറിയ പുള്ളിയൊന്നുമല്ല. ഇപ്പോൾ 2 vs 1 വന്നാലും 1 vs 2 അല്ലെങ്കിൽ 3 vs 1 വന്നാലും പിടിച്ചു നിൽക്കാൻ കൽപ്പുള്ള അറ്റ്ലീസ്റ്റ് ഒരു 20 പേരെങ്കിലും കൊന്നിട്ടായിരിക്കും ആ ഒരു ക്യാരക്ടർ മരിക്കുക. അത്രയും പവർഫുൾ ആയിട്ടുള്ള, അത്രയും ഹീറോയ്ക്ക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ ആ ഒരു ക്യാരക്ടറിന് അതൊന്നും കൊടുക്കാതെ ഒറ്റ 2-3 അമ്പിൽ തീർക്കുകയാണ്. സോ ഇത്രയും കാലം ആൾ ചെയ്തത് മുഴുവൻ ഒരു ഹീറോസ് ഡെത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത് കൊടുക്കാതെ ആ ഒരു അമ്പ് കൊണ്ട് വീഴ്ത്തി ഒരു വാരിയറിൻ്റെ ഡെത്ത് അല്ല ആ ഒരു ക്യാരക്ടറിന് കൊടുക്കുന്നത് എന്നുള്ളൊരു കൺക്ലൂഷനിലാണ് നമുക്ക് കൊണ്ട് തീർത്തത്. ആൻഡ് അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ നമ്മുടെ റോഡി ദ റോയിൻ എന്ന ക്യാരക്ടർ ആക്ച്വലി ബുക്കിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ലൈനുണ്ട്, അത് അടിപൊളി സാധനമാണ്. ഐ വിൽ ഹാവ് നോ സോങ്. അതായത് ക്രിസ്ത്യൻ കോൾ മരിച്ച് കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് നിന്നെപ്പറ്റി പാടാനുള്ള പാട്ടുകൾ ഉണ്ടാക്കുന്നൊരു സെറ്റപ്പിലേക്ക് അല്ലെങ്കിൽ അതിലേക്കുള്ളൊരു അവസരത്തിലേക്ക് ഞാൻ കൊടുക്കില്ല. കാരണം നീ കാരണം 100 കണക്കിന് 1000 കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ക്രിസ്ത്യൻ കോളിനെ കൊല്ലുന്നത്. സോ ദേ തിങ്ക് ഹീ ഡിഡിൻ ഡിസേർവ് ദാറ്റ് സോങ്. അപ്പോൾ ഒരു ഹീറോയ്ക്ക് ഡെത്ത് അല്ല, അമ്പ് കൊണ്ട് തീർക്കുകയാണ് നമ്മൾ ക്രിസ്ത്യൻ കോളിനെ. സോ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ്ലി കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് സീസൺ മുതലേ കണ്ട ഒരു വലിയ ക്യാരക്ടർ ബുച്ചേഴ്സ് ബോളാണ്, അതാണ് ആ ഒരു ഇവൻറ്റ്. ദെൻ ഇത് കഴിഞ്ഞ് നമ്മുടെ ഏഗോണും ലാരിസുള്ള സ്ഥലത്തേക്ക് പോയാൽ അവർ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ആ മറ്റേ റൂക്സ് റെസ്റ്റിൽ തന്നെയാണ് അവിടെ വെച്ച് നമ്മൾ ആ ഡ്രാഗൺ സ്കെയിൽ വെച്ച് ഒരു ക്യാരക്ടറിനെ കൊല്ലുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. ഈ ഏഗോൺ ആരാന്ന് ഒരാൾ പെട്ടെന്ന് കണ്ടുപിടിക്കുമ്പോൾ ആ ഡ്രാഗൻ്റെ ആ ഒരു തൊലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് വെച്ചത് കുത്തിക്കൊല്ലുക നമ്മൾ കണ്ടതാണ്. ആ ഒരു ക്യാരക്ടറിനെ കുഴിച്ചിടുന്നതായിരുന്നു ഈ 6th എപ്പിസോഡിൽ നമുക്ക് കാണിച്ചത്. ഇവരുടെ കൂടെ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ അവസാനം നമുക്കൊരു റീ എൻട്രി പോലെ നടത്തിയത് നമ്മുടെ ടൈലൻ ലാനിസ്റ്ററാണ്. ടൈലൻഡ് ഈ സീസണിൽ തന്നെ നമ്മുടെ ആ ഒരു ബാറ്റലിനിടയിൽ വെള്ളത്തിൽ വീടും പോലെ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഈ ഒരു ക്യാരക്ടറിൻ്റെ റീ അപ്പിയറൻസ് കാണുന്ന ഇവിടെയാണ്. സോ ഈ ഒരു 3 പേരും കൂടി ഇപ്പോൾ ക്ലബ് ചെയ്ത് ഈ ക്യാരക്ടർ പറയുന്നുണ്ട്, മറ്റേ ലാനിസ്റ്റർ ഫാമിലിയിലുള്ളതാണ് ഈ ടൈലൻ ലാനിസ്റ്റർ. ഓൾറെഡി ആളുടെ ബ്രദറായ ജേസൺ ലാനിസ്റ്റർ മരിച്ചത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടാണ്. നമ്മുടെ അവിടെ വെച്ചായിരുന്നു ഫിഷ് ഫീഡിൽ വെച്ച് അവരുടെ ആളുടെ ഒരു തല വെച്ച് അവർ ആഘോഷിക്കും നമ്മൾ കണ്ടായിരുന്നു. സോ ആളുടെ ട്വിൻ മരിച്ചു, ഇപ്പോൾ നമ്മുടെ ടൈലൻഡ് മാത്രമേ ഉള്ളൂ. സോ ടൈലൻഡ് പറയുന്നത് നമുക്ക് കാസ്റ്റൽ റോക്കിലേക്ക് പോകാം, അവിടെ ഇപ്പോഴും ഏഗോണിൻ്റെ സപ്പോർട്ടേഴ്സായിട്ട് കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഏഗോൺ അങ്ങനെയല്ല, ഏഗോൺ ഇപ്പോഴും എസോസിലേക്ക് നാരോസിൽ കടന്ന് പോവുക, പിന്നെ എപ്പോഴെങ്കിലൊക്കെ തിരിച്ചു വരിക എന്നുള്ള പ്ലാനിലാണ്. അവിടെ വെച്ചിട്ടാണ് ഒരു ക്യാരക്ടറിനെ കൊണ്ട് നിർത്തിയിട്ടുള്ളത്. ഇനി ഇവിടെ കിങ്സ് ലാൻഡിങ്ങിലേക്ക് വന്നാൽ അവിടെ ഡെയ്മൻ്റെ കാര്യങ്ങൾ വളരെയധികം പ്രശ്നമാണ്. പുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കിങ്സ് ലാൻഡിങ്ങിൽ പ്രത്യേകിച്ച് വൻ പ്രശ്നം, ഈ ഗോൾഡ് ക്ലോക്സ് ഫുള്ളായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയോ സീക്രട്ട് അസാസിൻസ് ആണ് റെനേറയുടെ എതിരെയുള്ള അലിസെൻറ്റിന് അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഏഗോണിൻ്റെ സപ്പോർട്ടേഴ്സായിട്ടുള്ള ഗ്രീൻസിൻ്റെ സപ്പോർട്ടേഴ്സായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഇവരൊക്കെ തന്നെ വിട്ട് നമ്മുടെ ഓർമൻ ഹൈറ്റവറാണ്, നമ്മുടെ ടമ്പിൾ ടണലിൽ ഇരുന്നിട്ട് ആളാണ് ഇത് പ്ലാൻ ചെയ്ത് ഈ പരിപാടി ഫുള്ള് നടത്തുന്നത്. സോ ആൾ വിട്ട ആൾക്കാർ ഫുള്ള് ഈ ഗോൾഡ് ക്ലോക്സിനെ ഫുള്ളായിട്ട് കൊല്ലും. ഈ ഗോൾഡ് ക്ലോക്സിനെ ഫുള്ളായിട്ട് ഉണ്ടാക്കിയത് തന്നെ ഡെയ്മണാണ്. സോ അതിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ക്യാരക്ടർ ഇരിക്കുന്നത്. സോ അതിന് ആദ്യം ഒരു തീർപ്പ് വരുത്തണം, അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളൊക്കെ ഉള്ളൂ പറഞ്ഞ് റെനേരോട് മൾട്ടിപ്പിൾ ടൈംസ് ഈ ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്. ഗ്രേറ്റ് കൗൺസിൽ അല്ലെങ്കിൽ സ്മോൾ കൗൺസിൽ വെച്ച് പറയുന്നുണ്ട്. അതൊന്നും റെനേര കേൾക്കുന്നില്ല. അതിൻ്റെ ഇടയിലാണ് ഈ പറയുന്ന ബാക്കി ഉണ്ടായിരുന്ന ഗോൾഡ് ക്ലോക്സ് അടക്കം വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്, അതായത് റിസൈൻ ചെയ്തു പോകുന്നത്.
ഞങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. തുടക്കം മുതലേ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ മുഴുവൻ പോകുന്നു, ഇത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വൻ ഫ്രസ്ട്രേഷനാണ് ഈ ക്യാരക്ടർ. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ക്യാരക്ടറാണ് ഡെയ്മൺ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ദെൻ അവിടെ ഇതേപോലെ തന്നെ നമ്മുടെ മൈസേരി എന്നൊരു ക്യാരക്ടർ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ നമ്മൾ കണ്ടു. നമ്മുടെ ഹെലേന പ്രഗ്നൻ്റ് ആണ് എന്നുള്ള സമയം വന്നപ്പോൾ, അല്ലെങ്കിൽ ആ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എലിസൻറ്റ് മൈസേരിയോട് പറഞ്ഞ സമയത്ത് മൈസേരിയാണ് മറ്റേ പോർഷൻ, അബോർഷൻ ചെയ്യാനുള്ള പോർഷനൊക്കെ കൊണ്ട് കൊടുക്കല്ല. അത് ആക്ച്വലി ആ ഒരു ക്യാരക്ടർ അറിഞ്ഞു. പക്ഷെ അറിഞ്ഞിട്ടും നമ്മുടെ റെനിയരോട് പറയാതെ ഇവരെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെ ഒരു ക്യാരക്ടർ അവിടെ നിൽക്കുന്ന സമയത്താണ് എലിസൻറ്റ് ഡയറക്റ്റായിട്ട് പിന്നീട് ഈ കാര്യങ്ങളൊക്കെ റെനിയർ അറിഞ്ഞപ്പോൾ ഈ ഹെലേന പ്രഗ്നൻ്റ് ആണെന്നുള്ളൊരു കാര്യം പറഞ്ഞത്. പക്ഷെ അവിടെ വെച്ച് ഈ കാര്യം, അതായത് ഹെലേന പ്രഗ്നൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഈ മാസ്റ്റർ ഓഫ് വിസ്പേഴ്സ് എന്ന് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയേണ്ട മൈസേരിയ നേരത്തെ അറിയിച്ചില്ല എന്ന് നേരെ അറിഞ്ഞാൽ തല പോവും. അങ്ങനൊരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് ഈ 6ാമത്തെ എപ്പിസോഡിൽ ഈ കാര്യം ആകെ അറിയായിരുന്ന അവിടെ എലിസൻറ്റിൻ്റെയും ഹെലേൻ്റെ റൂമിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു മെയ്ഡ്, ആ ഒരു വേലക്കാരിയായിട്ടുള്ള ആ ഒരു ചെറിയ പെൺകുട്ടി, ആളെയും ആളുടെ സബോർഡിനേറ്റഡായിട്ടുള്ള വേറൊരു ചെറുപ്പക്കാരൻ, ഇവർ രണ്ടുപേരും കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ മൈസേരിയ. കാരണം പണി കിട്ടൂല്ലെങ്കിൽ ഇനി നമ്മുടെ വെയിലേക്ക് പോയാൽ അവിടെ റെയിനുണ്ട്. റെയിൻ ഇപ്പോഴും ആ ഒരു ഗുഹേൻ്റെ ഉള്ളിലാണ്, നമ്മുടെ ഷീപ്പ് സ്റ്റീലറിൻ്റെ ആ ഒരു കേവ്. സോ അവിടെ വെച്ച് നമ്മുടെ വേഗാറിന് വെയിലുണ്ടോയെന്ന് തപ്പിയിട്ട് നമ്മുടെ ഈ റെയിനയുടെ സിസ്റ്ററായി ബെയില്, അലിനും ഹള്ളും, ഇവർ രണ്ടുപേരും കൂടി അവരുടെ ഡ്രാഗണിൽ വന്നൊരു റൈഡ് നടത്തിയിട്ട് പോകുന്നുണ്ടായിരുന്നു. സോ അത് കണ്ടപ്പോൾ നമ്മൾ ആ സീക്വൻസ് നമുക്ക് കാണിക്കുന്നില്ല, പക്ഷെ അതാണ് ആക്ച്വലി നടന്നത്. അതായത് ഈ റെയിന ബെയിലേനെ അന്വേഷിച്ചു, അല്ലെങ്കിൽ ബെയിലേനെ തപ്പി, സിസ്റ്ററാണല്ലോ, ജസ്റ്റ് ഒന്ന് കണ്ട് ഒരു 4 കൊച്ചു വർത്താനം പറയാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഈ കാര്യം ജെയിനാരിനെ അറിഞ്ഞ് തിരിച്ചു പിടിച്ച് അതേപോലെ തന്നെ കൊണ്ടുവന്ന് നല്ല പട്ടന്ന് 4 കൊടുക്കുന്നുണ്ട്. സോ ജെയിനാരിൻ്റെ കൺട്രോളിലാണ് ഇപ്പോൾ ഈ പറയുന്ന റെയിന. ഈ റെയിൻ അവിടെ ഉണ്ട് എന്നുള്ളത് ഈ റെനറി അറിഞ്ഞാലും ജെയിനാരിൻ്റെയും തല പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഈ ഇത്ര അടി കിട്ടിയിട്ട് ഇനിയൊരു ക്യാരക്ടർ അവിടെ നിൽക്കണോ, എൻ്റെ കയ്യിലൊരു ഡ്രാഗൺ ഉണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് എന്നുള്ള രീതിയിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ചെറിയ ഷിഫ്റ്റ് നമുക്ക് അവിടെ കാണിക്കുന്നുണ്ട്. സോ ഇനി ഈ ക്യാരക്ടറിന് എന്ത് സംഭവിക്കും നമുക്കറിയില്ല. ആക്ച്വലി ബുക്കിൽ ഇങ്ങനെയല്ല ഈ ഒരു ക്യാരക്ടറിൻ്റെ ഡൈനാമിക്സായി പോകുന്നത്. സോ എന്ത് വേണമെങ്കിലും ഇവർക്ക് ചെയ്യാം. ഷോയിൽ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ ബുക്ക് റീഡേഴ്സിനൊക്കെ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു ക്യാരക്ടറിന് വെച്ച് ഇവർക്ക് വലിയ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് തീർച്ചയാണ്. ഈ അതേസമയം ഈ റെയിനയുടെ സിസ്റ്ററായി ബെയിലെ ആവട്ടെ നമ്മുടെ ആഡം ഹള്ളുമായിട്ട് ഒരു ചെറിയ ലവ് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന പോലെ നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ബെയില കഴിഞ്ഞ എപ്പിസോഡ് നല്ല പണ്ട് മുതലേ നമ്മുടെ ജെസേരിസ് ടാർഗറിനായിട്ട് ജെയ്സുമായിട്ട് ബിട്രോത്ത് ചെയ്തപ്പെട്ട ഒരു ക്യാരക്ടറാണ്. കല്യാണം ഉറപ്പിച്ച് വെച്ചതാണ്. പിന്നെ ജെയ്സ് മരിക്കുമ്പോൾ ഒരു ക്യാരക്ടർ തന്നെയാണ് ആളെ കൊണ്ടുവരുന്നത്. പിന്നെ അതിനുശേഷം റെനിയർ ഒരു ക്യാരക്ടറിന് മുഖത്ത് വെക്കാറില്ല, സംസാരിക്കാറില്ല, അതൊക്കെ നമ്മൾ കണ്ടതാണ്. സോ ഭയങ്കര അധികം ബ്രീഫിൽ നിൽക്കുന്നൊരു ക്യാരക്ടറാണ്. സോ ഷീ നൗ ചൂസസ് ആഡം ഹാൾ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആഡം നമ്മുടെ കോർലിസിനെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ, ആളിപ്പോൾ റിവർലാൻഡ്സിലാണ്. സോ ആളെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ പ്രത്യേകിച്ച് കിങ്സ് ലാൻഡിലേക്ക് റെനിയർ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ച് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ആൻഡ് അവിടെ വെച്ചാണ് ഈ കോർലിസ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കോർലിസിന് മതിയായി, റെനിയറുടെ താഴെ വർക്ക് ചെയ്ത് മതിയായി. കാരണം ആൾ പറയുന്നൊന്നും കേൾക്കുന്നില്ല, ആളുടെ എല്ലാം പോയി, മൂപ്പറ ഷിപ്സ് മുഴുവൻ പോയി, ഡ്രിഫ്റ്റ് മാർക്ക് മുഴുവൻ പോയി, ആളുടെ ഭാര്യ മരിച്ചു. അതായത് റെനിയറിക്ക് വേണ്ടി എല്ലാം ത്യജിച്ച ഒരു ക്യാരക്ടറാണ് ഈ കോർലിസ് വലേറിയൻ. പക്ഷേ ഇത്രയധികം ചെയ്തിട്ടും കോർലിസ് പറയുന്ന ഒരു കാര്യം, അവസാനം ഒരൊറ്റ കാര്യം ചോദിച്ചുള്ളൂ, ഈ മക്കളുടെ പേരൊന്ന് വലേറിയൻ ഫാമിലിയിലേക്ക് ആക്കണം. അതുപോലും റെനിയർ ചെയ്തില്ല എന്ന് പറഞ്ഞ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊരു ക്യാരക്ടർ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ജോൺ ബ്രോക്സ്റ്റഡ്, നമ്മുടെ ഈ ഓർമൺ ഹൈടവറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടംബിൾ ടൗണിൽ നിന്നും ഓർമണ്ട് വിട്ടിട്ട് പോയി വന്ന ആൾക്കാർ ഈ നമ്മുടെ കോർലിസിനെ പിടിച്ചിട്ട് പോകുന്നത്. അതായിരുന്നു ഈ ഒരു സീസൺ അല്ലെങ്കിൽ എപ്പിസോഡ് 6 എൻഡിങ് കൊണ്ട് കാണിച്ചത്. ആൻഡ് ലിറ്ററലി എനിക്കൊന്നും അവിടെ തോന്നിയില്ല. കാരണം കോർലിസ് ഒരു വേസ്റ്റ് ക്യാരക്ടർ പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആളെ കൊണ്ട് ഒരു ഉപയോഗമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. മറ്റേ ആ ഒരു സീ ബാറ്റലിൽ മാത്രം കുറച്ച് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ആ ഒരു ക്യാരക്ടർ ഒന്നുമില്ല. അതുകൊണ്ട് വലിയ ഹൈയും തോന്നിയില്ല. ആ ഒരു ക്യാരക്ടറെ പിടിച്ചിട്ട് പിടിക്കാണ്ടിരിക്കുക, കൊല്ലുക, എന്തെങ്കിലും ചെയ്തിട്ട് എന്നുള്ള സെറ്റപ്പിലായിരുന്നു. പക്ഷേ പവർ ഡൈനാമിക്സ് മാറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഡ്രാഗൺ സീഡ്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. നമ്മുടെ ഉൾഫ് വൈറ്റും അലിനോഹളിനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. പ്രത്യേകിച്ച് മെയിൻ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഉൾഫ് വൈറ്റിനും ഹ്യൂ ഹാമറിനുമാണ്. ഇവർക്ക് രണ്ടുപേർക്കും കിട്ടുന്ന ഹ്യൂമിലിയേഷൻ ചെറുതൊന്നുമല്ല. പ്രത്യേകിച്ച് ഉൾഫ് വൈറ്റിന് അടികിട്ടി നാറി നിർത്തിയങ്ങ് അപമാനിക്കാമെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഡെയ്മണൊക്കെ കണ്ട മൊഴി ഓടിച്ചെടുത്ത് തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിനെ. കംപ്ലീറ്റ്ലി ഈ ഒരു ക്യാരക്ടറിന് അല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും റെനേരയുടെ കൂടെ നിന്നിട്ട് പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നില്ല. ഇവരിപ്പോൾ ഡ്രാഗനെ അടക്കം ക്ലെയിം ചെയ്തു, വലിയ നൈറ്റ്സൊക്കെ ആയി, പക്ഷേ അവരുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടൊന്നുമില്ല. ഉൾഫ് വൈറ്റിന് ആകെ വേണ്ടത് ആളുടെ കൂടെ, ആളുടെ കിങ്സ് ലാൻഡിങ്ങിൽ അയാളുടെ കുറേ ടവേൺസ്, കുറേ ബാറും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയിട്ട് പഴയ ആൾക്കാരൊന്ന് കാണണം. അതിന് പോലും ഒരു ക്യാരക്ടർ സമ്മതിക്കില്ല. നമ്മുടെ ഹ്യൂ ഹാമറിനാണെങ്കിലോ തൻ്റെ ഭാര്യനൊന്ന് കാണണം. അവസാനം കഷ്ടപ്പെട്ട് ടംബിൾ ടൗണിലേക്ക് വേഷം മാറി
ആ ഒരു ക്യാരക്ടർ പോയിട്ട് ഭാര്യേനെ കണ്ടപ്പോൾ ആ ഭാര്യ പറയുകയാണ്, ഇത് കഷ്ടപ്പെട്ട് ഇത്രയും വലിയ ഡ്രാഗണൊക്കെ ടൈം ചെയ്തിട്ട് ആ ഒരു ക്യാരക്ടർ തിരിച്ചു വന്നപ്പോൾ പറയുകയാണ്, നീ എവിടെ ഇരുന്നടാ നായേന്ന്. എങ്ങനെ ഉണ്ടാവുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു ക്യാരക്ടറുടെ മൈൻഡ് സെറ്റ്. ലിറ്ററലി ഒന്നും പറയേണ്ട ആവശ്യമില്ല, കല്യാണം കഴിച്ചവർക്കൊക്കെ മനസ്സിലാവും ആ ഒരു കാര്യം. ആ ഒരു വേദന ഐ ഐ ഐ ഐ സ്റ്റാൻഡ് വിത്ത് ഹ്യൂ ഹാമർ. ചില നേരത്തുള്ള അസ്ഥാനത്തുള്ള ഇതുപോലത്തെ നമ്മൾ ഈ ലോകം കീഴടക്കിയിട്ട് വീട്ടിൽ വന്ന് കയറുന്ന സമയത്ത് പാല് വാങ്ങാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു സെറ്റപ്പാണ് ഹ്യൂ ഹാമറിന് കിട്ടിയത്. സോ ലിറ്ററലി ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മാൻ. സോ ഇവർ ഈ രണ്ടുപേര് എപ്പോൾ വേണമെങ്കിലും ചാടാം, എപ്പോൾ വേണമെങ്കിലും മറുകണ്ഠം ചാടാം എന്നുള്ളൊരു സിറ്റുവേഷനിലാണ്. സോ ഡ്രാഗൺ സീഡ്സ് ടിപ്പ് ഓഫ് എ ബാലൻസിലാണ്. ഒന്ന് അങ്ങോട്ടോ അല്ലെങ്കിൽ ഒന്ന് ഇങ്ങോട്ടോ എപ്പോൾ വേണമെങ്കിലും തിരിയാം. ദെൻ ഇത് കഴിഞ്ഞ് ഓർമണ്ടിൻ്റെ പ്ലാനുകളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടതാണ്. ഇപ്പോൾ ഡെയ്മണെ അല്ലെങ്കിൽ ഡെയ്റോണെ രാജാവാക്കി വെച്ചിട്ടാണ് ഈ ഒരു ക്യാരക്ടറിന് ഭരിക്കണം എന്നുള്ളൊരു സെറ്റപ്പൊക്കെ ആയിരുന്നു. സോ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ക്യാരക്ടർ പ്രത്യേകിച്ച് നമ്മുടെ ഈ ചങ്ങായനോട് ഡെയ്റോനോട് ചെസ്സ് എന്തൊരു കളിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ടോണിൽ പണ്ടുണ്ടായിരുന്ന മരിയ മാർട്ടൽ നമ്മുടെ യെല്ലോ ടോഡ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ പറ്റി റെഫർ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. ഇത് വെസ്റ്ററോസ് ഹിസ്റ്ററിയിൽ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലൊന്നാണ്. നമ്മുടെ പണ്ട് ഏഗോൺ കോൺക്വസ്റ്റിന് വന്ന സമയത്ത് ഡോൺ ഭരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു യെല്ലോ ടോഡാണ്, ഈ ഒരു മരിയ മാർട്ടൽ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. 7 കിങ്ഡത്തിൽ ബെൻഡ് ചെയ്യാത്ത, അല്ലെങ്കിൽ ആ ഒരു എപ്പിസോഡിന് തന്നെ പേര് മറ്റേതാണ്, അൺബൗണ്ട് അൺബെൻഡ് എന്ന് പറഞ്ഞായിരുന്നു. സോ അത് ആക്ച്വലി റെഫർ ചെയ്യുന്ന ഈ ഒരു മരിയ മാർട്ടലിനെയാണ്, ഈ ഒരു യെല്ലോ ടോഡിനായിരുന്നു. 5ാമത്തെ എപ്പിസോഡ് റെഫർ ചെയ്യുന്ന തന്നെ ഒരു ക്യാരക്ടറായിരുന്നു. ഏഗോൺ കോൺക്വസ്റ്റിന് വന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടർ മാത്രമാണ്, ഈ ഒരു ഡോൺ മാത്രമാണ് കീഴടങ്ങാത്തത്. ഈ ഡോണിൽ വെച്ച് ഡോണിഷ് വാർ തന്നെ കുറേ നടന്നിട്ടുണ്ട് ഈ ഒരു പേരും പറഞ്ഞ്. സോ 7 കിങ്ഡംസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോലും ഈ ഒരു ഡോൺ ബെൻഡ് ചെയ്തിട്ടില്ല. എത്ര വലിയ ടാർഗേറിയം വന്നാലും എൻ്റെ മുമ്പിൽ ഒന്നും അല്ലടാ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ പലതരത്തിലുള്ള ഗുറില്ല വാർഫെയർസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ ഡ്രാഗണെ വെച്ച് വന്ന് പറന്ന് നോക്കുമ്പോൾ അവിടെ ആരുമില്ല, പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യുക, പിന്നെ വന്ന് നോക്കുമ്പോൾ ആരുമില്ല, പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യുക. ആ ഒരു സെറ്റപ്പിലൊക്കെ ആയിരുന്നു. സോ യെല്ലോ ടോഡിനെ റെഫർ ചെയ്യുന്നത്. സോ ഇതേ സെറ്റപ്പ് തന്നെയാണ്, അതേ സ്ട്രാറ്റജി, അതായത് പണ്ട് ഡോണിൽ ആ ഒരു ക്യാരക്ടർ യൂസ് ചെയ്ത അതേ സ്ട്രാറ്റജി തന്നെയാണ് നമ്മുടെ ഓർമൺ ഹൈറ്റവർ ഇവിടെ യൂസ് ചെയ്ത് നോക്കുന്നത്. കാരണം ഈ ഒരു ക്യാരക്ടറിന് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ ഫയർ ആൻഡ് ബ്ലഡ് ഒക്കെ വായിക്കുന്ന ഒരു ഹിസ്റ്ററി ബുക്ക് പോലെയാണ്. ഇതേപോലെ തന്നെ ഓൾഡ് ടൗണിലുള്ള ഒട്ടുമിക്ക എല്ലാ ഹിസ്റ്ററി ബുക്സിൻ്റെ ആക്സസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ് ഇവരെ ബാറ്റിൽസും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഇവരുടെ മെയിൻ പരിപാടി അവിടെ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. സോ ഹിസ്റ്ററി കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ ടംബിൾ ടൗൺ എന്ന് പറയുന്നത് കിങ്സ് ലാൻഡിങ്ങിൽ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അവിടെ നിന്നിട്ട് ആ ഒരു ക്യാരക്ടർ ഈ പണ്ട് ഈ മരിയ മാർട്ടൽ ചെയ്ത പോലെ തന്നെ, യെല്ലോ ടോഡ് ചെയ്ത പോലെ തന്നെ ഉള്ളൊരു വാർ സ്ട്രാറ്റജി എടുക്കാനാണ് ഈ ഒരു ക്യാരക്ടർ നോക്കുന്നത്. കാരണം ഡയറക്റ്റായിട്ട് റെനേറിക്ക് വന്നിട്ട് നമ്മുടെ ഡെനേറിസ് ചെയ്ത പോലെ ഇവിടെ ഫുൾ കരിയിക്കാൻ പറ്റില്ല. കരിയിച്ചാൽ ഫുൾ പ്രശ്നമാവും, ഫുൾ ലഹള ഉണ്ടാവും. സ്വന്തം നാട്ടുകാർ ഫുള്ള്, അതായത് ബ്ലാക്സിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ മുഴുവനായിട്ട് കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ പ്രശ്നങ്ങളുണ്ട്. സോ ഒരു വാർ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത് ഈ ഒരു ക്യാരക്ടർ ഹിസ്റ്ററി ബുക്സ് പഠിച്ചിട്ടാണ്. പ്രത്യേകിച്ച് യെല്ലോ ടോഡിൻ്റെ ആ ഒരു അത് ഇതിന് ഇൻസ്പയർ ചെയ്തിട്ടാണെന്നൊക്കെ നല്ല നീറ്റായിട്ട് ഈ ഒരു ക്യാരക്ടറിൻ്റെ നല്ല നീറ്റായിട്ട് ആ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു എപ്പിസോഡിലേക്ക് വന്ന സമയത്തേക്ക് ഈ ഗ്വെയിൻ ഹൈറ്റവർ നമ്മുടെ ക്രിസ്ത്യൻ കോളിലെ കൂടെ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടർ പറഞ്ഞിട്ട് മനസ്സിലാവും, നീ നന്നാവുള്ള മാറി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിട്ടിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. സോ ഇവിടെ വന്നപ്പോൾ വലിയ നല്ല റിസപ്ഷൻ അല്ല ഒരു ക്യാരക്ടർ കിട്ടിയത്. പക്ഷേ അവിടെ വെച്ച് കുറച്ച് അസാസിൻസ് വരുന്നുണ്ടായിരുന്നു. ഈ റെനേറി വിട്ടതാണെന്ന് പറയപ്പെടുന്ന കുറച്ച് അസാസിൻസ് വന്നിട്ട് ഈ ഡെയ്റോണെയും ഓർമണ്ടിനെയൊക്കെ കൊല്ലാൻ നോക്കുമ്പോൾ ഗ്വെയിനാണ് അവരെ വന്ന് രക്ഷപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഇടയിൽ ഈ ഡെയ്റോണും ഗ്വെയിനും കൂടിയൊക്കെയുള്ള സംഭാഷണങ്ങളൊക്കെ കാണിക്കുന്നത് അവർ തമ്മിൽ ഇൻട്രാക്ഷൻ അവിടെ വെച്ചാണ്. ആക്ച്വലി മറ്റേ ഡെയ്റോൺ എന്നുള്ളൊരു ക്യാരക്ടറിൽ നിന്ന് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഒന്ന് മനസ്സ് തുറക്കാനും ഒന്ന് സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഈ ഷോയിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. സോ ഈ ക്യാരക്ടർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആഗ്രഹം ഉണ്ടായിട്ടല്ല, പ്രത്യേകിച്ച് മാറിയിട്ടൊന്നുമില്ല. ഈ ചങ്ങായുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ ഓർമണ്ട് പറയുന്നത് കേൾക്കാണ്ട് വേറെ നിവൃത്തിയില്ല എന്നതുകൊണ്ടാണ് എന്ന് വളരെ നീറ്റായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. സോ ഈ 3 ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഒരുമിച്ചാണ്. ഇപ്പോൾ മറ്റേ ഗ്വെയിൻ തിരിച്ച് ഓൾഡ് ടൗണിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ രക്ഷിച്ച ശേഷം അസാസിൻസൊക്കെ വന്നതിൻ്റെ ഇടയിൽ ആളെ രക്ഷിച്ചതുകൊണ്ട് ഇപ്പോൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യാണ് ഈ ഒരു ക്യാരക്ടർ. ഈ 3 അടുത്ത് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു എപ്പിസോഡ് നിർത്തുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ആയിരുന്നു തോന്നുന്നു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവർ ടീസ് ചെയ്ത് കാണിക്കുന്ന ഒരു സാധനമാണ് ഈ ഓർമൺ ഹൈറ്റവറിന് സ്മെല്ല് ഭയങ്കര പ്രശ്നമാണ്. സോ ഇനി അത് ഈ റെനേറിയം ആ സ്മോൾ കൗൺസിലിൽ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന്. ഇനി അതൊരു സ്ട്രാറ്റജി ആയിട്ട് എടുക്കുമോ, വല്ല ഈ ചങ്ങായിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എനിക്കറിയില്ല. ഈ വേണമെങ്കിൽ ഡ്രാഗൺ ആകാശത്ത് കൂടെ പറക്കുന്ന സമയത്ത് ടംബിൾ ടൗൺ മുഴുവനായിട്ടൊന്ന് നിരത്തിൽ നിന്ന് മൂത്രമൊഴിക്കാനോ, അല്ലെങ്കിൽ കുറേ ചാണകക്കുഴിയിൽ നിന്ന് കുറേ ചാണം എടുത്തിട്ട് പോയിട്ട് ആ ടംബിൾ ടൗൺ ഫുള്ളായിട്ട് വെതറാനോ ഒക്കെ പറഞ്ഞാൽ മതി. കണ്ടാൻ വഴി ഓടുക ഒരു ക്യാരക്ടർ, ഇത്രയൊന്നും ബുദ്ധിയില്ലാന്ന് തോന്നുന്നു. സോ സിമ്പിളായിട്ട് അത്രയുള്ള പരിപാടി, ഇവരെ പുകച്ച് പുറത്ത് അടിക്കാൻ പറ്റും. പക്ഷേ ആ സ്ട്രാറ്റജിയൊക്കെ ഇവരെടുക്കും എന്നുള്ളത് കണ്ടറിയണം. സോ ദെൻ ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ
ഹാരൻ ഹെല്ലിലേക്ക് പോയാൽ അവിടെ വലിയൊരു ട്വിസ്റ്റ് നമ്മൾ കണ്ടു. ആലിസ് റിവേഴ്സിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മുടെ എയ്മൺ ടാർഗെറിയൻ ഉള്ളത്. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ ആ ക്യാരക്ടർ അവിടെ വന്നിട്ട് സ്റ്റക്കായി നിൽക്കണം. ഞാൻ വിചാരിച്ചത് നമ്മുടെ ഡെയ്മണെ വലിപ്പിച്ച പോലെ അവിടെ കിടന്ന് ഈ ക്യാരക്ടറിനെ വലിപ്പിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ഉള്ള കാര്യം പറയുന്നുണ്ട്. ആലിസ് റിവേഴ്സിൻ്റെ മെയിൻ ഉദ്ദേശം ഈ ഒരു ക്യാരക്ടറിനായിട്ട് ക്ലബ് ചെയ്ത് അടുത്തിങ്ങനെ ഭരിക്കണം, നീ ഡ്രാഗൺ ലോഡാവ്, ഞാൻ ലേഡി ഓഫ് വാട്ടർ ആവാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിന് പവർ സ്ട്രഗിൾസ് അല്ലെങ്കിൽ പവർ വേണം എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ തന്നെ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡെയ്മണെ വിട്ടു പോകുന്ന സമയത്തൊക്കെ തന്നെ. സോ ഈ ഒരു ക്യാരക്ടറിൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ വജ്രായുധം കാണിക്കുന്നത് ആ ഒരു 5 ഡ്രാഗൺ എഗ്ഗുകളായിരുന്നു. അപ്പോൾ എയ്മണ്ട് അവിടെ നിന്ന് വിട്ട് പോവുകയാണ്, ഏകദേശം സ്ട്രെങ്ത് ഒക്കെ കിട്ടി, ഇനിയിപ്പോൾ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു എഗ്ഗിന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ 5 ഡ്രാഗൺ എഗ്സും നമ്മുടെ ഡ്രീം ഫയർ എന്ന് പറയുന്ന ഡ്രാഗൻ്റെയാണ്. ഈ ഡ്രീം ഫയർ എന്ന് പറയുന്നത് നമ്മുടെ ഹെലേനയുടെ, നമ്മുടെ ഈ എയ്മണ്ടിൻ്റെ ഏഗോൻ്റെ സിസ്റ്ററായ ഹെലേനയുടെ പ്രഗ്നൻ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ എലിസിൻ്റെ മോൾ ആളുടെ ഡ്രാഗണാണ്. ഇതൊരു 100 വർഷം പഴക്കമുള്ള ഡ്രാഗണാണ്. പണ്ടാണ് ഈ സാധനം ഈ ഒരു 5 മുട്ട ഹാരൻ ഹെല്ലിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇത് ആക്ച്വലി നമ്മുടെ റെയ്നയുണ്ട്. റെയ്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ മരിച്ചുപോയ നമ്മുടെ കോർലിസിൻ്റെ ഭാര്യയല്ല, വേറെ റെയ്ന, അതായത് നമ്മുടെ പഴയ ജഹേരിസ് ഇല്ലേ, നമ്മുടെ വിസേരിസിന് ആദ്യം ഫസ്റ്റ് ഈ ഹൗസ് ഓഫ് ഡ്രാഗൺ തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് ആ ഒരു ഗ്രേറ്റ് കൗൺസിൽ തുടങ്ങിയ സമയത്ത് ജഹേരിസ് ആയിരുന്നു ഈ അയൺ ത്രോൺ ഭരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കണ്ടതാണ് ഹാരൻ ഹെല്ലിൽ വെച്ചിട്ടാണ് വിസേരിസിൻ്റെ കോർണേഷൻ നടന്നു. വിസേരിസാണ് അടുത്ത രാജാവെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായിരുന്ന ആ ജഹേരിസിൻ്റെ സിസ്റ്ററായിരുന്നു ഈ പറയുന്ന റെയ്ന. ഈ റെയ്നയുടെ ഡ്രാഗൺ ആയിരുന്നു ഈ ഡ്രീം ഫയർ. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഹെലേനയുടെ കയ്യിൽ കിട്ടുകയാണ്. സോ ഡ്രീം ഫയറിനെ നമുക്ക് അറിയാം, അതായത് ഈ എയ്മണ്ടിനൊക്കെ അറിയാം, ഇവർ ചെറുപ്പം മുതലേ ഇവർ ഡ്രാഗൺ വെച്ചിട്ടാണല്ലോ കളിക്കണതൊക്കെ. സോ അവിടെ മുതലേ എയ്മണ്ടിന് കാര്യം മനസ്സിലായി ഇത് ഡ്രീം ഫയറിൻ്റെ എക്സ് ആണെന്നുള്ളത്. ഈ ഡ്രീം ഫയർ ആ ഒരു റെയ്ന മരിക്കുന്നതിന് മുമ്പ് ഒരു ഹാരൻ ഹെല്ലിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു, അവിടെ വെച്ചിട്ടായിരുന്നു ഈ ഒരു ഡ്രീം ഫയർ എഗ് ഇട്ടത്. സോ ആ ഒരു എഗ്സ് ഫുള്ള് നമ്മുടെ ആലിസ് റിവേഴ്സിൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു എപ്പിസോഡിൽ. അതൊരു വലിയ ട്വിസ്റ്റായിരുന്നു. ആക്ച്വലി ബുക്കിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. സോ ഇത് വെച്ച് ഇവർ എന്താ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് തന്നെ കണ്ടു തന്നെ അറിയണം. പൊട്ടൻഷ്യലി ഇനി അടുത്ത വല്ല സീരീസുകളോ കാര്യങ്ങളൊക്കെ ഇനി ഇവർ ചെയ്യാനുണ്ടോ? സോ ആക്ച്വലി ഈ ഡാൻസ് ഓഫ് ഡ്രാഗൺസ് എന്ന് പറഞ്ഞ ഈ ഒരു ഇവൻറ്റിൽ, അതായത് ഈ ഫയർ ആൻഡ് ബ്ലഡിൽ നമ്മളിപ്പോൾ കാണുന്ന ഹൗസ് ഓഫ് ഡ്രാഗൺസ് സീരീസിലെ ഒട്ടുമിക്ക എല്ലാ ഡ്രാഗണുകളും മരിക്കും. അത് കഴിഞ്ഞ് ഒരു 100 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡൈനേഴ്സിൻ്റെ ഡ്രാഗൺ വരുന്നത്. സോ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ മെയിൻ തീം തന്നെ അന്നത്തെ കാലത്ത്, അതായത് ഗെയിം ഓഫ് ത്രോൺസ് തുടങ്ങുന്ന സമയത്ത് ഡ്രാഗൺസ് ഇല്ല, അതൊരു മിത്ത് മാത്രമായിരുന്നു. ഒരു വേറൊരു ജനറേഷൻ ഓഫ് ആൾക്കാരെ വന്നു. സോ ഈ ഒരു ഇവൻറ്റിൽ, ഈ ഒരു നമ്മളിപ്പോൾ കാണുന്ന ഒരു സീരീസിൽ എല്ലാ ഡ്രാഗണും മരിക്കും. അതായിരുന്നു ലിറ്ററലി ഈ ഒരു ഷോയുടെ മെയിൻ ഹൈലൈറ്റ് തന്നെ. സോ അതിലെന്ത് ചേഞ്ചാണ് ഇപ്പോൾ ഈ ഒരു 5 പുതിയ ഡ്രാഗൺ എക്സ് വെച്ച് ഇവർ വരുത്താൻ പോകുന്നതെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഒരു ഐഡിയ ഇല്ല, അതൊരു വലിയ ട്വിസ്റ്റായി പോയി. ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ എന്താണെന്നുള്ളത് ഇനി അതിന് ബാക്കിയുള്ള എപ്പിസോഡുകൾ വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. സോ ഒരു വലിയ ട്വിസ്റ്റ് റിവീൽ ചെയ്തിട്ടായിരുന്നു ഈ ഹാരൻ ഹെല്ലിലെ കാര്യം നിർത്തിയത്. ആൻഡ് ഇവരിപ്പോൾ ഹാരൻ ഹെല്ലിലാണ് എന്നുള്ളത് റെനിയറെ അറിയുന്നൊരു സീക്വൻസ് കാണിക്കുന്നുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അത് മെയിൻലി സംഭവം എന്താണെന്ന് വെച്ചാൽ എലിസെൻ്റ് കണ്ടുപിടിക്കുന്ന നമ്മുടെ ഹെലേനയുടെ ആ ഒരു തുന്നൽ പരിപാടിയാണ്. ഹെലേന എപ്പോഴും തുന്നൽ നമ്മൾ കണ്ടതാണ്. ആ ഒരു ക്യാരക്ടർ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഈ ക്യാരക്ടറിന് പണ്ട് മുതലേ വിഷൻ ഉള്ളത് നമുക്കറിയാം. പണ്ട് എങ്ങനെയായിരുന്നു ഇവിടെ മറ്റേ ഡൂം ഓഫ് വലേറിയ അവർ ഈ ഒരു ടാർഗറിയൻസ് വിഷൻ കാരണം കണ്ടുപിടിച്ചത്, അതേപോലെ തന്നെ ഒരു ഡ്രീമറാണ് ഈ ഒരു ക്യാരക്ടർ. നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിൽ കുറേ ഡ്രീമേഴ്സ് ക്യാരക്ടേഴ്സ് നമ്മൾ വേറെ കണ്ടിട്ടുണ്ട്, അതേപോലെ ഒരു ഡ്രീമറാണ്. സോ ഈ ഒരു ക്യാരക്ടർ പണ്ട് മുതലേ, ഈവൻ എയ്മണ്ട് നമ്മുടെ കിങ്സ് ലാൻഡിങ്ങിൽ ഉണ്ടായിരുന്ന സമയം മുതലേ ഒരു പ്രൊഫസി പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടർ നീ മരിക്കാൻ പോകുന്നത് ഇന്നൊരു സ്ഥലത്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് എനിക്കിത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഓർമ്മയില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു പോയ സ്പോയിലർ ആവുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു ക്യാരക്ടറിൻ്റെ പ്രൊഫസി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗോഡ്സൈയിൽ വെച്ച് മരിക്കുന്നതാണ്, ഗോഡ്സൈയുടെ മേലെ വെച്ചിട്ട്. സോ ആ ഒരു പ്രൊഫസി അത് തന്നെയായിരുന്നു. ആൻഡ് ആ ഒരു പ്രൊഫസി കാണിക്കുന്നത് തന്നെയായിരുന്നു, ലിറ്ററലി അത് പക്കയായിട്ട് കാണിക്കുന്നതായിരുന്നു ആ ഒരു തുന്നിയ പരിപാടി. ഒരു തുന്നിയ സ്ഥലത്ത് നമുക്കറിയാം ആ ഒരു ക്യാരക്ടർ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ആ ഒരു ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ വരച്ച് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്ത പോലെയാണ് തുന്നി വെച്ചിരിക്കുന്നത് ചങ്ങായി. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ എയ്മണ്ട് ടാർഗെറിയൻ, ആ ഒറ്റ കണ്ണ് തിളങ്ങുന്ന നമുക്ക് കാണുമ്പോൾ അറിയാലോ, എയ്മണ്ട് ടാർഗെറിയൻ ഉണ്ട് അവിടെ. എയ്മണ്ട് കിടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ കിടക്കുന്നതിന് ചുറ്റും ഒരു കണ്ണിൻ്റെ ഷേപ്പ് ഉണ്ട്, അതാണ് ഗോഡ്സൈ. അപ്പോൾ എയ്മണ്ട് ബ്ലഡിൽ കുതിർന്ന് കിടക്കുന്ന പോലെയാണ്. ആൻഡ് എയ്മണ്ട് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ആലിസ് റിവേഴ്സിൻ്റെ കൺട്രോളിലാണെന്ന് പറഞ്ഞിട്ട് ആലിസ് റിവേഴ്സിൻ്റെ തൊട്ടപ്പുറത്ത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഹാരൻ ഹെല്ലും കാണിക്കുന്നുണ്ട്. സോ ഹാരൻ ഹെല്ലിന് അടുത്തുള്ള ഈ ഗോഡ്സൈയിലാണ് ഈ ഒരു ക്യാരക്ടർ മരിക്കാൻ പോകുന്നത് എന്നുള്ളത് നേരത്തെ കാണിച്ച പ്രൊഫസിയാണ്. അത് പിന്നെയും കാണിക്കുന്നുണ്ട്. ഈവൺ ഇപ്പോൾ ആ ഒരു ക്യാരക്ടർ അവിടെയാണെന്ന് പറഞ്ഞ് നമ്മുടെ റെനിയറിയ ആലിസിനെ അങ്ങോട്ട് വിടുന്നതിനുള്ള മെയിൻ കാരണങ്ങളൊന്നും ഈ സാധനമാണ്, ഈ പ്രൊഫസി അല്ലെങ്കിൽ ഒരു ഡ്രീമറിൻ്റെ ഒരു ഡ്രീം കാരണമാണ്. സോ ഇനി റെനിയറുടെ കാര്യം എടുത്താൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പവർ സ്ട്രഗിൾസ് ആണ്. ഒരു ക്യാരക്ടർ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുകയാണ്. ഇരുന്നിരുന്ന് മടുത്ത് നമ്മൾ വിചാരിച്ച പോലെയുള്ള പരിപാടിയൊന്നും അല്ല. ലിറ്ററലി ഒരു ക്യാരക്ടറിന് എന്തൊക്കെ ചെയ്തിട്ട് ഒരു മെനയാവുള്ള സെറ്റപ്പാണ്. സോ എയ്മണ്ട് എവിടെയാണെന്ന് ഈ ഒരു ക്യാരക്ടർ മനസ്സിലാക്കി എടുത്തു. അലിസൻ്റെ ഡയറക്റ്റായിട്ട് ഒന്ന് പറയുന്നുണ്ടായിരുന്നു. സോ അലിസൻ്റെ തന്നെ ഈ ഒരു ക്യാരക്ടർ അങ്ങോട്ടേക്ക് വിടുന്നുണ്ട്. അവിടെ വെച്ച് കംപ്ലീറ്റ്ലി ഇവരുടെ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് മുഴുവൻ സ്കാറ്റർ ആവുകയാണ്. ഒരൊറ്റ സീനിൽ റെനിയറുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്.
ഒരു റൂത്ത്ലെസ് ആയിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിൽ നമ്മുടെ ഡെനേരിസ് വന്ന് ഒരൊറ്റ സ്പ്ലിറ്റ് സെക്കൻഡിൽ മറ്റേ ആ ഒരു ക്യാരക്ടറിനെ കൊന്നു എന്ന് പറഞ്ഞ് ആ ഒരു കിങ്സ് ലാൻഡിങ് ഫുള്ളായിട്ട് കത്തി നശിപ്പിക്കുന്നതും, ഈ റെനേറിയ സീസൺ ബൈ സീസൺ എപ്പിസോഡ് ബൈ എപ്പിസോഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് എല്ലാ ഇവൻറ്റും കാരണം ഈ ക്യാരക്ടർ ഇങ്ങനെ മാറുന്നതും നല്ല വ്യത്യാസമുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇവർക്ക് കാണിക്കാനുള്ള സ്പേസ് ആൻഡ് ടൈം ഇവിടെ കിട്ടുന്നുണ്ട്. സോ ദാറ്റ്സ് ടോപ്പ് നോച്ച്, ഒന്നും പറയാനില്ല. ആ ഒരു ക്യാരക്ടർ, പ്രത്യേകിച്ച് റെനേറയുടെ ഒരു ക്യാരക്ടർ സംഭവം എന്ന് വെച്ചാൽ തുടക്കത്തിൽ നമുക്ക് റെനേറിയനെ പറ്റി ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഇതിപ്പോൾ ബുക്ക് വായിച്ചവർക്ക് അറിയാം എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത്. അല്ലാത്ത നോൺ ബുക്ക് റീഡേഴ്സിന് നമുക്ക് ഇനീഷ്യലി തുടങ്ങുമ്പോൾ നമുക്ക് ഇപ്പോൾ പേഴ്സണലി എല്ലാവർക്കും ഇപ്പോൾ റെനേറയോടായിരിക്കും കൂടുതൽ സപ്പോർട്ട്. റെനേറ ആയിരുന്നു മെയിൻ അയൺ ത്രോണിൽ ഇരിക്കേണ്ടിയിരുന്നത്. ആൾക്കാണ് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ പറ്റിയത്. അലിസൻ്റെ ഒരു വില്ലനസ് സെറ്റപ്പിലായിരുന്നു. ഈ സാധനം നമുക്ക് തന്നെ അറിയാതെ ഒന്ന് ചേഞ്ച് ആവുന്നൊരു സാധനമാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കണ്ടത്, ആ ഒരു ട്രാൻസിഷൻ. ഇപ്പോൾ റെനേറിയ ഒരു വില്ലൻസ് റോളിലേക്ക് വന്നു, എലിസൻറ്റിനോട് നമുക്കൊരു പാവം തോന്നും ആ ഒരു സെറ്റപ്പിലേക്ക്. അത് ഒരു മാറ്റിയ സാധനമാണ്, പെട്ടെന്ന് മാറ്റാതെ പ്രോപ്പർ ചേഞ്ച്, അത് പൊളിയായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. ആൻഡ് എലിസൻറ്റ് ഇപ്പോൾ നേരെ പോകുന്നത് ഹാരൻ ഹില്ലിലേക്കാണ്. ഒന്നുമില്ല, ലിറ്ററലി പറഞ്ഞാൽ സ്വന്തം മോനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടാണ് വിട്ടിട്ടുള്ളത്. നടക്കൂല എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സോ ഇങ്ങനെയാണ് എല്ലാ ക്യാരക്ടേഴ്സിനും സെറ്റപ്പുകളുള്ളത്. വലിയ വലിയ ബാറ്റിൽ സീക്വൻസുകളോ ഇവൻസോ ഒന്നും ഇല്ലെങ്കിലും പൊളിറ്റിക്കലി ഓരോ ക്യാരക്ടേഴ്സിന് ഉണ്ടാകുന്ന വലിയ വലിയ ചേഞ്ചസും ഇനി വലിയ ഒരു ഫിനാലേക്ക് ഭാഗമുള്ള വലിയ വലിയ കാര്യങ്ങളിലേക്ക് ഇവർ പോകുന്നുണ്ട്. എന്താണ് ഈ ഒരു അവസാനത്തെ 2 എപ്പിസോഡുകൾ കാണിക്കാൻ പോകണമെന്നുള്ളത്. എപ്പിസോഡ് 7 പ്രിവ്യൂവിൽ ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ റിവീൽ ചെയ്ത് കാണിച്ചിട്ടില്ല, നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. സോ ഇപ്പോൾ ഈ പറഞ്ഞത് വെച്ച് 5th and 6th എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. കീപ് വാച്ചിങ്. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.